ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസത്തിൻ്റെ അവസാന വാരത്തോടെ എത്തിക്കഴിഞ്ഞു. ഈ 5 നക്ഷത്രക്കാരുടെ തലവര തെളിയുന്നു. അതായത് എല്ലാ ഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. ആദിത്യൻ കുംഭം രാശിയിൽ, ചതയം ഞാറ്റുവേലയിലാണ്. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ തുടരുന്നു. ഈ ആഴ്ച അശ്വതി മുതൽ പൂയം വരെയുള്ള നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നുണ്ട്. അതുപോലെ ചൊവ്വ കുംഭം രാശിയിൽ, അവിട്ടം ചതയം നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുന്നു. ബുധനും ശുക്രനും കുംഭം രാശിയിൽ തുടരുന്നുണ്ട്. അതുപോലെ രാഹുവും ചതയത്തിലുള്ളതിനാൽ പഞ്ചഗ്രഹങ്ങൾ കുംഭം രാശിയിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ്. ശനി മീനം രാശിയിലാണ്. അതുപോലെ കേതു ചിങ്ങത്തിലും, വ്യാഴം മിഥുനം രാശിയിൽ, പുണർതം നക്ഷത്രത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വക്രഗതി തുടരുകയാണ്. തൽക്കാലം അതിന് മാറ്റമില്ല. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം വരെ ജനിച്ച ആളുകൾക്ക് ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവിധ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിതം നയിക്കുവാൻ സാധിക്കും. അതുപോലെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ട സ്ഥിതി സംജാതമാകുന്നതാണ്. സ്വജനങ്ങളിൽ നിന്നും അപ്രീതി വചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിലും യാതൊരു രീതിയിലും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ അർഹതയുള്ള കാര്യങ്ങൾ പലതും ഈ ആഴ്ച അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ ആത്മവിശ്വാസത്തോടുകൂടി എല്ലാവിധ ചുമതലകളും ഏറ്റെടുക്കുവാൻ സാധിക്കും. മാതാപിതാക്കളെ വിദേശത്ത് കൊണ്ടുപോകുവാനുള്ള അനുമതിയും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ആളുകൾക്ക് സംഘടിതമായി ചെയ്യുന്ന എല്ലാവിധ പ്രവൃത്തികളിലും വിജയമുണ്ടാകും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ ഈ ആഴ്ച വേണ്ടിവരുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയധികം കരുതൽ വേണം. അതുപോലെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ ആഴ്ച പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. സ്വതന്ത്രമായ ചിന്തകൾ പുതിയ ആശയങ്ങൾക്ക് വഴിയൊരുക്കും. അതുപോലെ ജലദോഷം, പനി, ഈ രീതിയിലുള്ള അസ്വാസ്ഥ്യം ഈ ആഴ്ച അനുഭവപ്പെടും. ഭക്തിസാന്ദ്രമായ കുടുംബ അന്തരീക്ഷം സംജാതമാകുന്ന വാരമാണ്. സ്വന്തം ചുമതലകൾ അന്യരെ ഈ ആഴ്ച യാതൊരു കാരണവശാലും ഏൽപ്പിക്കുവാൻ പാടില്ല. ദുശീലങ്ങളിൽ നിന്നും പിന്മാറുവാൻ ഉൾപ്രേരണ ഉണ്ടാകുന്ന വാരം കൂടിയാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. നിങ്ങളുടെ മക്കളുടെ ഉപരിപഠനത്തിനായി ജന്മനാട്ടിലേക്ക് താമസം മാറ്റേണ്ട സ്ഥിതി വരും. വിതരണ വിപണന മേഖലയിൽ വളരെയധികം പുരോഗതിയും സാമ്പത്തിക നേട്ടവും കൈവരിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. തീരുമാനങ്ങളിൽ എല്ലാം തന്നെ ഔചിത്യമുണ്ടാകും. നടപടികളിൽ കൃത്യത പാലിക്കുവാൻ സാധിക്കുന്നതാണ്. സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ വളരെയധികം സമാധാനം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. ഭിന്നമായ അഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാൻ ഈ ആഴ്ച സാധിക്കും. അതുപോലെ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ മുൻകോപവും എടുത്തുചാട്ടവും ഈ ആഴ്ച വളരെയധികം പ്രശ്നത്തിന് കാരണമാകുവാൻ ഇടയുള്ളതിനാൽ ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. നിങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാവിധ ആവശ്യങ്ങളും ഈ ആഴ്ച പരിഗണിക്കുവാൻ സാധിക്കുന്നതാണ്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുവാൻ സാധിക്കും. ബഹുവിധ ആവശ്യങ്ങൾക്കായി അവധി എടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ സൗമ്യമായ സമീപനത്താൽ വന്നു ചേരുന്ന എതിർപ്പുകളെയെല്ലാം തന്നെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ പൂർവിക സ്വത്ത് വിൽപ്പന ചെയ്ത് പട്ടണത്തിൽ ഗൃഹം വാങ്ങുവാനുള്ള ധാരണയിലെത്തുവാൻ സാധിക്കും. സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനായി ചില ജോലിക്കാരെ പിരിച്ചുവിടേണ്ടി വരുന്ന വാരമാണ്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണം ഉദ്യോഗമാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം.
ചിങ്ങരാശിക്കാരായ നിങ്ങളുടെ ആത്മവിശ്വാസം ഈ ആഴ്ച വർദ്ധിക്കുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിൽ നന്നായി ശോഭിക്കുവാൻ കഴിയും. അതുപോലെ അനുവദിച്ച സംഖ്യ ലഭിക്കുവാൻ ഉന്നതരുടെ ശുപാർശ വേണ്ടിവരുന്ന വാരമാണ്. ഉദ്യോഗമാറ്റത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാകും. വസ്തുനിഷ്ഠമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് കുതിക്കുന്നതാണ്. അതുപോലെ അസുഖങ്ങൾക്ക് വിദഗ്ധമായ ചികിത്സ ഈ ആഴ്ച വേണ്ടിവരും. വിദേശത്ത് താമസിക്കുവാനുള്ള അനുമതി പത്രം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ സാന്നിധ്യം ഏറ്റെടുക്കുവാനുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. അതുപോലെ ബന്ധുക്കളുടെ ഇടയിലുണ്ടായിരുന്ന തർക്കങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം സ്വസ്ഥതയും സമാധാന അന്തരീക്ഷവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഈ ആഴ്ച വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിത സ്ഥാനക്കയറ്റമുണ്ടാകും. അധമ പ്രവൃത്തികളിൽ നിന്നും പിന്മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ സാധിക്കും. അശുഭചിന്തകളെല്ലാം തന്നെ ഉപേക്ഷിക്കുന്നത് വളരെയധികം ഗുണകരമാകും. ഒരു പുനരാലോചനയിൽ പുതിയ ഗ്രഹം വാങ്ങുവാൻ ധാരണ ഉണ്ടാകുന്നതാണ്. അതുപോലെ അസുഖമുണ്ടോ എന്ന അനാവശ്യമായ ആദി ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാകും. നിങ്ങൾ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗം ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ ഭക്ഷണക്കാര്യത്തിൽ ഭക്ഷ്യ വിഷബാധ ഏൽക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട വാരം കൂടിയാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഈ ആഴ്ച വ്യവസ്ഥകൾ പാലിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും. മാനസിക നില വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ബന്ധുക്കളുടെ മധ്യസ്ഥതയിൽ വാക്കുതർക്കം പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ആരാധനാലയത്തിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാനുള്ള സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. ഗുരു കാരണവന്മാർ നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ ഇടവരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട വാരമാണ്. കഫ നീർദോഷ രോഗപീഠകളാൽ അവധിയെടുക്കുവാനുള്ള സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ പൊതുവേദിയിൽ ആശംസാ പ്രസംഗം നടത്തുവാനുള്ള സാഹചര്യം വന്നു ചേരും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ഈ ആഴ്ച കുടുംബത്തിൽ വളരെയധികം സമാധാന അന്തരീക്ഷമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങുവാൻ തീരുമാനിക്കുന്നതാണ്. നല്ല വാർത്തകൾ വന്നു ചേരും. നിങ്ങളുടെ കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതാണ്. മാസത്തിലൊരിക്കൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശത്തേക്ക് തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ ഏറ്റെടുത്ത പ്രവൃത്തികളെല്ലാം തന്നെ പൂർത്തിയാകുവാൻ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്ന വാരം കൂടിയാണ്. വ്യക്തമായ കാരണങ്ങളില്ലാതെ ഉദ്യോഗം ഉപേക്ഷിക്കുന്നത് വളരെയധികം പ്രശ്നത്തിന് കാരണമാകുന്നതാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അശുഭകരമായ ചിന്തകളെല്ലാം തന്നെ ഈ ആഴ്ച ഉപേക്ഷിക്കേണ്ടതാണ്. ഭക്ഷണ ക്രമീകരണം ശീലിക്കുവാൻ തയ്യാറാകും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം പ്രതീക്ഷിക്കാം. അബദ്ധങ്ങൾ തിരുത്തുവാൻ ഇടവരുന്നതാണ്. സന്താനങ്ങളുടെ സംരക്ഷണത്താൽ വളരെയധികം ആശ്വാസം പ്രതീക്ഷിക്കാം. ജീവിത മാർഗത്തിന് വഴിത്തിരിവുണ്ടാകുന്ന കർമ്മ മേഖലയിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരും. വ്യാപാര വിപണന മേഖലയിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വാരം കൂടിയാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേരുവാൻ അന്യസംസ്ഥാന യാത്ര നടത്തേണ്ടി വരുന്ന വാരമാണ്. അർഹമായ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ നിയമസഹായം തേടേണ്ടി വരും. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുന്നതാണ്. നിരവധി കാര്യങ്ങൾ വന്നു ചേരുമെങ്കിലും ഒന്നിലും പൂർണ്ണത ഈ ആഴ്ച പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രതിസന്ധികളെയെല്ലാം തന്നെ അതിജീവിക്കുവാൻ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ട സ്ഥിതി വന്നു ചേരും. മാതാപിതാക്കളെ പരിപാലിക്കുന്നത് വഴി വളരെയധികം ആത്മസംതൃപ്തി ഉണ്ടാകും. സ്വരൂപിച്ച പണം കൃത്യമായി വിനിയോഗിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം.
നിങ്ങളെ അവഗണിക്കപ്പെട്ടിരുന്ന അവസ്ഥകളെല്ലാം മാറി പരിഗണിക്കപ്പെടുന്നതിൽ വളരെയധികം ആശ്വാസമുണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ തന്ത്രപൂർവ്വം പരിഹരിക്കുവാൻ സാധിക്കുന്ന വാരമാണ്. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദത്തിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നുചേരും. സത്യസന്ധമായ സമീപനം സജ്ജനപ്രീതിക്ക് വഴിയൊരുക്കുന്നതാണ്. അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും പുലരുന്നതാണ്. പൂർവാർജിത സ്വത്ത് വിൽപ്പന ചെയ്യുവാൻ തീരുമാനിക്കും. അതുപോലെ തന്നെ അപവാദങ്ങൾക്ക് അവസാനമുണ്ടാകുന്നതിനാൽ വളരെയധികം ആശ്വാസം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. വിശ്വസ്ത സേവനത്തിനുള്ള പ്രശസ്തി പത്രവും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വിവേകശൂന്യമായ പ്രവൃത്തികളിൽ നിന്നും തന്ത്രപൂർവം ഈ ആഴ്ച പിന്മാറുവാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനപരമായ അന്തരീക്ഷവും ദാമ്പത്യ സുഖവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ പുതിയ സ്നേഹബന്ധം ഉടലെടുക്കും. മേലധികാരിക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ പദ്ധതികളെല്ലാം തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ അവതരണ ശൈലിക്ക് അംഗീകാരം വന്നുചേരും. നിങ്ങളുടെ വ്യക്തിപ്രഭാവത്താൽ ദുഷ്കീർത്തി നിഷ്പ്രഭമാകുന്ന വാരമാണ്. ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണതയും സാമ്പത്തിക നേട്ടവും ഈ ആഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.